ഹലോ നമസ്കാരം. നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിലായിരുന്നു. എങ്ങനെയാണ് സ്പേസ് സ്റ്റേഷനുള്ളിൽ ബഹിരാകാശ യാത്രികർ താമസിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ദൈനംദിന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് നാസ ഇറക്കിയ സുനിത വില്യംസ്, നമ്മുടെ ഇന്ത്യൻ വംശജായിട്ടുള്ള സുനിത വില്യംസ് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സൂപ്പർ ഡോക്യുമെൻ്ററിയുടെ മലയാള കമൻ്ററിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ അവിടെ അവർ ഉറങ്ങുന്നത് എങ്ങനെയാണ്, എവിടെയാണ് അവർ കിടക്കുന്നത്, എന്താണ് അവർ കഴിക്കുന്നത്, അവരുടെ ബാത്റൂം ഉപയോഗം എങ്ങനെയാണ്, പല്ല് തേക്കുന്നത് എങ്ങനെയാണ്, അവരവരുടെ ബോഡിയുടെ ആരോഗ്യക്ഷമത നിലനിർത്താൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സുനിത വില്യംസ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് വലിയ ഹിമക്കരടികൾ പോലത്തെ രണ്ട് ആൾക്കാരാണ്. എല്ലാവർക്കും അറിയാം, ഇതാണ് നമ്മുടെ സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ അല്ല സ്പേസ് വാക്കിന് പുറത്ത് പോകുമ്പോൾ, അതായത് ഈ സ്പേസ് ഷട്ടിലിൻ്റെ പുറത്ത് പോയിട്ട് ഈ സ്പേസ് ഷട്ടിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന തലവുടുപ്പുകളാണ് ഈ കാണുന്ന രണ്ട് വൈറ്റ്. നമ്മളിത് കണ്ടിട്ടുണ്ടാവും. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അമേരിക്കക്കാരിറങ്ങുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്യൂട്ടാണിത്. പിന്നെ ഗ്രാവിറ്റി പോലുള്ള സിനിമകളിൽ നമ്മൾ ഈ സ്യൂട്ട് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. സുനിത വില്യംസ് പറഞ്ഞു തരുന്നത് ഈ സ്യൂട്ടിൻ്റെ പ്രത്യേകതകളാണ്. ഈ സ്യൂട്ടിന് അവർ പറയുന്നത് ഏകദേശം 140 കിലോളം വെയിറ്റ് ഉണ്ടാവും. ഒരു സ്യൂട്ടിന് 140 കിലോളം വെയിറ്റ് ഉണ്ടാവും. ഈ സ്യൂട്ട് 140 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 140 കിലോ എന്ന് പറയുന്നത് നമുക്ക് ഫീലേ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. 140 കിലോ വെയിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേകതരം സ്യൂട്ടിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിലായിട്ട് അവർ തൊട്ട് കാണിക്കുന്നുണ്ടോ, ആ ഭാഗത്ത് വലിയ ഓക്സിജൻ സിലിണ്ടറും ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടർ സംവിധാനങ്ങളും, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ചൂട് ക്രമീകരിക്കാനും തണുപ്പ് ക്രമീകരിക്കുവാനും ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും അതുപോലെ ഒത്തിരി സംവിധാനങ്ങൾ ഈ സ്യൂട്ടുണ്ട്. അതായത് നമ്മൾ സ്പേസിലേക്ക് ഇറങ്ങുമ്പോൾ സ്പേസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് അതൊരു ഒട്ടും പ്രഷറില്ലാത്ത ഒരു ഏരിയയാണ്. വാക്വം ഏരിയയാണ് സ്പേസ് എന്ന് പറയുന്നത്. ഭയങ്കര വാക്വമായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ വാക്വം ഏരിയയിൽ സാധാരണഗതിയിലുള്ള നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഉപയോഗിക്കുന്ന യാതൊരുവിധ മെഷീനും വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടും ഈ ആസ്ട്രോനോട്ട്സ് നമ്മുടെ ഈ യാത്രികരെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ എക്യുപ്മെൻറ്റ്സും എല്ലാവിധ ഉപകരണങ്ങളും കൂടിയിട്ടുള്ളതാണ് ഈ സ്യൂട്ട്. ഈ സ്യൂട്ടിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് അവർ തൊട്ട് കാണിക്കുന്നുണ്ടോ, ആ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടിരിക്കുന്ന ഒരു വലിയ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. ആ ഡിസ്പ്ലേയിൽ എല്ലാം കൃത്യമായിട്ട് കാണിക്കും. എത്ര ഓക്സിജൻ ഉണ്ട്, പുറത്തിപ്പോൾ എന്താണ്, പുറത്തെ അവസ്ഥ എന്താണ്, ഈ സ്യൂട്ടിന് ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്, ഓക്സിജൻ്റെ അളവ് തീരാറായോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമെന്നാണ് പറയുന്നത്. അവർ ആ കവറ് ഹെൽമെറ്റിൽ വെച്ചിരിക്കുന്ന കവറ് മാറ്റിയിട്ട് നമ്മളെ ഹെൽമെറ്റ് കാണിച്ചു തരികയാണ്. ഹെൽമെറ്റിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ പൊക്കി മാറ്റാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ വൺസ് അതിനകത്തൊരാൾ കയറിക്കഴിഞ്ഞാൽ അയാൾക്ക് തല അകത്ത് നിന്നുള്ള ആൾക്ക് തലതിരിക്കാം, പക്ഷേ നമ്മുടെ ഈ സ്യൂട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾ മാക്സിമം തിരിച്ചാലും അയാൾക്ക് കാണുന്ന രീതിയിലാണ് അതിൻ്റെ ചില്ലിൻ്റെ നീളം കുറച്ച് കൂട്ടി വെച്ചത്. നമ്മൾ സാധാരണ ഹെൽമെറ്റിനേക്കാളും കുറച്ച് കൂടുതൽ ചില്ലിൻ്റെ നീളമുള്ളത് അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സണ്ണിയാണ്. അവിടെ ഭയങ്കര സൂര്യൻ്റെ വെളിച്ചം നേരെ വരുന്നത് കൊണ്ടിട്ട് തന്നെ ഭയങ്കര പ്രകാശമുള്ള സമയമാണ്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ ഇതുകൊണ്ട് കണ്ണിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള UV കട്ടറും പിന്നെ അതിനുള്ള സൺ ഗ്ലാസസൊക്കെയാണ് ആ ഒരു സാധനം എന്നാണ് പറയുന്നത്. ഒരു ഹെൽമെറ്റിൻ്റെ ആ ഒരു അത് താത്തിയപ്പോഴത്തേക്കും വിൻഷീൽഡ് താത്തിയപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇത് വരും. അത് pretty കൂളാണെന്നാണ് സുനിത വില്യംസ് തമാശയോടെ പറയുന്നത്. ഇങ്ങനെ നമുക്കത് കണ്ടാലും ഇതിനെക്കുറിച്ച് കേട്ടാൽ തന്നെ ഭയപ്പെടുന്ന കാര്യങ്ങൾ എത്ര ചിരിച്ചുകൊണ്ടാണ് ആ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ഇന്ത്യൻ വംശജ പറയുന്നതെന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ വളരെ അഭിമാനം നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള കൗതുകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നിറച്ചിട്ടുള്ളതാണ് ഈ ഡോക്യുമെൻ്ററി. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് മലയാളത്തിലാണ് ഞാനിതിൻ്റെ ഡോക്യുമെൻ്ററി നൽകുന്നത്. കാണാത്തവർ ബാക്കി ചാനലിൽ പോയിട്ട് ബാക്കിയുള്ളതും കൂടി കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവരെയും കാണിക്കുക. കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു അറിവാകട്ടെ. താങ്ക് യു.